ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നല്ലേ, കപ്പ കുഴച്ചതാണ്. വീട്ടിൽ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു വീഡിയോ എടുത്താലോ. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ കപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒരു 2-3 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടേക്കാം, അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. അതിനുശേഷം ഇതേ രീതിയിൽ നന്നായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞെടുക്കുമ്പോഴേ എല്ലാം ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലതൊന്നും വേവാതെ കിടക്കും. അപ്പം നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് അരച്ചെരുവം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാൻ. കുക്കറിലായാലും കപ്പ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 2 വിസിലൊക്കെ വരുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വേവുന്ന വരെ ഒന്ന് മൂടി വെക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. കണ്ടില്ലേ, 3/4 കിലോ കപ്പയുടെ അളവിലാണ് നമ്മളിപ്പോൾ അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത്. 3/4 കിലോ കൂടുതൽ കപ്പ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അരപ്പിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടണം കേട്ടോ. അരപ്പ് റെഡിയാവുന്ന സമയം കൊണ്ട് കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പയിൽ അധികമുള്ള വെള്ളമെല്ലാം നമ്മളിതേ കൂട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കപ്പയിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ കഴിക്കണമെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കുഴച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ. അപ്പം ഈ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. തേങ്ങയൊന്നും ചേർക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ കപ്പ കുഴച്ചത് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഈ കപ്പ കുഴച്ചത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. Bye bye.